വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ സൗത്ത് ശില്യാമ്പാറ, നോർത്ത് ശില്യാമ്പാറ പൊതുമരാമത്ത് റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു. അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ സൗത്ത് ശില്യാമ്പാറ, നോർത്ത് ശില്യാമ്പാറ പൊതുമരാമത്ത് റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. റോഡ് നിർമ്മാണത്തിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്ന് ജനകീയ കൂട്ടായ്മ നേതാക്കൾ ആവശ്യപ്പെട്ടു. പന്തം കൊളുത്തി പ്രകടനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. സൗത്ത് ശില്യാമ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സെക്രട്ടറി സന്തോഷ് PK അധ്യക്ഷത വഹിച്ച യോഗം അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ശില്യാമ്പാറ, ശില്യാമ്പാറ PWD റോഡ് 3 കോടി രൂപ മുടക്കി പുനർനിർമ്മിക്കപ്പെടുകയുണ്ടായി. ആ പുനർനിർമ്മാണ ഘട്ടത്തിൽ വലിയ അഴിമതിയാണ് അതിൽ നടന്നിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്കകം അതിൽ 650 മീറ്റർ കോൺക്രീറ്റ് തകരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ശക്തമായ ജനപ്രതികരണം ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ശക്തമായ തിരുത്തൽ കോൺട്രാക്ടറും ഉദ്യോഗസ്ഥരും കൂടി അടിയന്തരമായി നടത്തിയില്ലെങ്കിൽ PWDയുടെ ജില്ലാ ആസ്ഥാനത്തേക്ക് ശക്തമായ മാർച്ചും അതോടൊപ്പം കോൺട്രാക്ടറുടെ വീട്ടിലേക്കും ജനകീയ മാർച്ച് നടത്തും. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോർജ് തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു രാജേഷ്, വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ KB ജോൺസൺ, മിസറി പരീക്കുട്ടി, ജാസ്മി അമാൻ, CPM ലോക്കൽ സെക്രട്ടറി MA ഹംസ, മുസ്ലിം ലീഗ് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കലാം, നൂറുൽ ഹുദ ജുമാ മസ്ജിദ് പ്രസിഡന്റ് AM സജാർ, അജീബ് പാലിയപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 3 കോടി രൂപ ചെലവഴിച്ച് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. റോഡിന്റെ തുടക്കം മുതലുള്ള 650 മീറ്റർ പല ഘട്ടങ്ങളിലായി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കോൺക്രീറ്റിന് മുകളിൽ ശരിയായ രീതിയിൽ കോൺക്രീറ്റ് നടത്താതെ മുഴുവൻ കോൺക്രീറ്റ് ചെയ്തായി കാണിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. റോഡിന്റെ തകർന്ന 650 മീറ്റർ വരുന്ന ഭാഗം പൂർണ്ണമായും പുനർനിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കാത്ത പക്ഷം PWD ജില്ലാ ഓഫീസ് ഉപരോധം, കരാറുകാരന്റെ വീട് ഉപരോധം, വിജിലൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യൽ മുതലായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അതിനായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതായും ജനകീയ കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.